ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ കറാച്ചിയിൽ തീമയ പെയ്ച്ച് ഇന്ത്യൻ നാവികസേന എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ കറാച്ചിയെ ഇന്ത്യൻ നാവികസേന ആക്രമിച്ചു എന്നുള്ള പുതിയ വിവരം ഇപ്പോൾ ഇന്ത്യൻ നാവികസേന തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 1971 ശേഷം ഇന്ത്യ ആദ്യമായിട്ടാണ് കറാച്ചിയെ ലക്ഷ്യം വെക്കുന്നത്. അതും നമ്മുടെ INS വിക്രാന്ത് എന്ന പടക്കപ്പലിൽ നിന്ന് ഏകദേശം 20-ലധികം മിസൈലുകളാണ് തൊടുത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ആക്രമണം അയച്ചു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ എല്ലാ പ്രലോഭനങ്ങൾക്കും ഇന്ത്യ തക്കതായ മറുപടി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പാകിസ്ഥാൻ സിന്ദൂർ എന്ന് പറയുന്ന മിഷനിലൂടെ ഇന്ത്യ മറുപടി കൊടുത്ത് നിർത്തിയതായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുകയും സാധാരണ ജനങ്ങളെ പാകിസ്ഥാൻ നേരിടുന്നത് നമ്മൾ കണ്ടത്. അതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ 4 പോർ വിമാനങ്ങളാണ് അവർക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ 2 പാകിസ്ഥാൻ പട്ടാളക്കാർ രാജസ്ഥാനിൽ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാൻ്റെ പിടിയിലാണ് ഉള്ളത്. അതിന് പകരമായി ഇപ്പോൾ 2 പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ സേനയുടെ പിടിയിലായിട്ടുണ്ട്. അതും രാജസ്ഥാനിൽ നിന്നാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയുടെ തൊട്ടടുത്ത് ഏകദേശം 23 കിലോമീറ്റർ മാത്രം അകലെ ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുകയാണ്. അതിൽ പേടിച്ച് വിരളി കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നിന്നും വസതിയിൽ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ INS വിക്രാന്ത് പടക്കപ്പൽ നമ്മുടെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് കടലിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചുകൊണ്ട് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഇന്ന് പേടിച്ച് വിറച്ച ഒരു രാത്രി തന്നെയായിരുന്നു ഈ കടന്നു പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാൻ നമ്മുടെ നിരപരാധികളായ 28 ജീവനുകൾ കവർന്നെടുത്തപ്പോൾ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ അതിന് മറുപടി നൽകി നിർത്തിയെടുത്തുന്ന പാകിസ്ഥാൻ്റെ എല്ലാ പ്രലോഭനങ്ങൾക്കും ഇന്ത്യ ഇന്നൊരു രാത്രി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് ഉറങ്ങാൻ വേണ്ടി സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാവികസേനയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അതുപോലെ തന്നെ അവരുടെ 4 പോർ വിമാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ നാവികസേന വെടിവെച്ചിടുകയും അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ്റെ പല ഭാഗത്തും ഏകദേശം 4ഓളം സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് ആക്രമണങ്ങൾ അയച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ ഒരു രാത്രി പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവരുടെ സേനാ മേധാവിയെ ഇപ്പോൾ അർദ്ധരാത്രി തന്നെ പാകിസ്ഥാൻ മാറ്റി പുതിയൊരാളെ ആ സ്ഥാനത്ത് നിയമിച്ചു എന്ന് പറയുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആഭ്യന്തര കലാപം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കൊറ്റ അവിടുത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ പിടിച്ചെടുക്കി എന്നുള്ള ഒരു വാർത്ത കൂടി ഈ രാത്രി പുറത്തു വരികയാണ്. അവിടെയും എണ്ണപ്പാടങ്ങൾ അടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് ഈ കൊറ്റ എന്ന് പറയുന്ന സ്ഥലം. അത് അവിടുത്തെ വിമത സംഘടന ഇപ്പോൾ പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ കൊടി അവിടെ നാട്ടി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. പാകിസ്ഥാൻ ഏതായാലും ഇനി ഈ രാത്രി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിളിക്കാതെ വന്നു, ഇനി മറക്കാതിരിക്കാം എന്ന് മാത്രമാണ് പാകിസ്ഥാനോട് നമുക്കും സ്നേഹപൂർവ്വം പറയാനുള്ളത്. 28 നിരപരാധികളെ കൊന്നൊടുക്കിയതിന് ശേഷം നിർത്താതെ കലി തീരാത്ത പാകിസ്ഥാൻ നിരന്തരം അസഭ്യ വർഷവും അതുപോലെ തന്നെ പ്രകോപനവും തുടർന്നുകൊണ്ടിരുന്നു. അതിനെല്ലാം സിന്ദൂർ 2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ നമ്മളെ ഇന്ത്യൻ ആർമി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നിരന്തരമായി പാകിസ്ഥാൻ ഷെല്ലാക്രമണവും അതുപോലെ തന്നെ മിസൈലുകളും എല്ലാം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ജമ്മു കാശ്മീർ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് അയച്ചെങ്കിലും അത് എല്ലാം തന്നെ നമ്മുടെ നാവികസേന തകർത്തെറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാം. ഈ ഒരു രാത്രി കൊണ്ട് പാകിസ്ഥാൻ ഇനിയും പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാത്ത വിധം പാകിസ്ഥാൻ അത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ഒന്നും ബാക്കി വെക്കില്ല എന്നാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകട്ടെ എന്നും. ഏതായാലും ഇന്ത്യൻ ചുണക്കുട്ടികൾ ഏതായാലും നമ്മുടെ രക്തത്തിന് പകരം ചോദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.